ഹായ് എല്ലാവർക്കും നമസ്കാരം. വളരെ കളർഫുള്ളായ വളരെ ടേസ്റ്റിയായ ചിക്കൻ ലോലിപോപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. എന്ന് കരുതി ഇതിൽ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ ചിക്കൻ കിട്ടിയപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ പുരട്ടി വെച്ചതാണ്. ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അതല്ലെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ ലെഗ് പീസ് മാത്രം വാങ്ങിയിട്ട് കണ്ടോ, ഈ ലെഗിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് മാംസം മാറ്റിക്കളയുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ലോലിപോപ്പിൻ്റെ ഷേപ്പ് കിട്ടും. ഇത് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. കുറച്ചധികം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. സോയാ സോസ് നല്ല കളറും നൽകും, നല്ല ഫ്ലേവറും ഉണ്ടാവും ചിക്കന്. കുരുമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേരുവകളെല്ലാം കൂടി കൈകൊണ്ട് ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. വല്ലാതെ ഉടച്ചെടുക്കൊന്നും വേണ്ട, പതുക്കെ ഒന്ന് പുരട്ടിയെടുത്താൽ മാത്രം മതിയാവും. ഈ മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചാലേ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണേ. ഞാൻ ആദ്യം മുളക് പുരട്ടിയപ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് അതിന് ബാലൻസുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം മസാല പിടിക്കാനായിട്ട് കാത്തിരിക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം തന്നെയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് കിടന്ന് മുങ്ങി തന്നെ വേവണം. അപ്പോൾ അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ഒരുപാട് ഓയിൽ വേസ്റ്റ് ആവുകയും വേണ്ട. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിൽ വീഴുമ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കുത്തനെ നല്ല ഭംഗിയിൽ വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. ഞാനിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനും തീരെ അടിയിൽ പിടിക്കാതെ കിട്ടും. ചിക്കൻ വെന്ത് വരുന്നുണ്ട്. ഇത് മൊരിയരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കാരണം സാധാരണ ചിക്കൻ പൊരിച്ചെടുക്കുന്ന പോലെയല്ല, ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള പണി. അപ്പോൾ ഇതൊന്ന് വറുത്ത് കോരിയിട്ട് നമുക്കിതിൽ അധികമുള്ള എണ്ണയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സവാളയൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് താളി കിട്ടണം കേട്ടോ നമുക്ക്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയെടുത്ത വെളുത്തുള്ളിയാണ് ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നമ്മളിതൊരു ചെറിയ സോസ് പോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ഓയിലിൽ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കുന്നതുകൊണ്ട് ആ ചിക്കൻ്റെ ഒരു സ്വാദും കൂടെ ഇതിലുണ്ടാവും. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സോസാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഓവർ ബ്രൈറ്റ് കളറൊന്നും ഇതിനുണ്ടാവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. കാരണം ഈ എണ്ണയിലൊക്കെ നേരത്തെ ഉപ്പുണ്ടാവും. പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ സോസിൽ കിടന്ന് ഒന്ന് വഴന്ന് വരണം. ഇതൊന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടല്ലോ. ഞാനിനി പ്രത്യേകിച്ച് പറയുന്നു വേണ്ടല്ലോ, ചിക്കൻ ലോലിപോപ്പ് നല്ല ടേസ്റ്റാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്നതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണെന്ന്. എല്ലാവരും ഹോട്ടലുകളിൽ പോയി വാങ്ങി കഴിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക.
എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നിങ്ങൾ ആരും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ. എങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, ഇനിയും നമുക്ക് അടിപൊളി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.